ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ വീഡിയോ എടുക്കാമെന്ന് കരുതി. നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഇതുവരെ വീഡിയോസ് ഒന്നും എടുത്തില്ല, വീഡിയോസ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. അയ്യോ, കാരണം ഹലോ പറ, ഹലോ ഗൈസ് പറ. നാണോ കേട്ടോ. അപ്പോൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു, കാരണം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയായി വരണമല്ലോ. നമ്മുടെ പുതിയൊരു എന്താ പറയുന്നത് ഇതുമായിട്ടൊക്കെ എല്ലാം സെറ്റായി വരണമായിരുന്നു. അപ്പോൾ എല്ലാമായിട്ട് സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുത്ത്, പിന്നെ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാഞ്ഞത്. ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? ഫെബ്രുവരി 2. ഈ വീഡിയോ വരുന്നത് മിക്കവാറും ഫെബ്രുവരി 4-ാം തീയതി ആയിരിക്കും വരുന്നത്. കാരണം ഇന്ന് നമുക്ക് മീനുട്ടിയുടെ ഫോട്ടോഷൂട്ടുണ്ട്, ബർത്ത്ഡേ ഫോട്ടോഷൂട്ട്. ഫോട്ടോഷൂട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഫോട്ടോഷൂട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബർത്ത്ഡേ നമ്മൾ 2 വയസ്സ് കഴിയുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി എടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫോട്ടോ. നമുക്ക് ഓരോ വയസ്സും നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഇവർക്ക് 10-18 വയസ്സായി കഴിഞ്ഞാലും ഓരോ വയസ്സും നമുക്ക് അറിയണം. നമ്മുടെ ഒന്നും കാലഘട്ടത്തിൽ അതില്ലായിരുന്നു. നമുക്കൊരാഗ്രഹം അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള. എല്ലാ വർഷവും ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് വെച്ച്, അതാണ് ഉദ്ദേശം. അതെ, നമ്മളിതിനിടയ്ക്ക് അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കലോ അങ്ങനത്തെ പരിപാടികളോ ഒന്നും ഇല്ല. അപ്പം അപ്പം എല്ലാ ബർത്ത്ഡേ ആവുമ്പം ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെമ്മറീസ് ആവും. അവർക്കും ഒരു നല്ലതാ, നമുക്കും ഒരിത് എന്താ പറയുന്നത് നല്ലതല്ലേ. ബർത്ത്ഡേ ആകുമ്പോൾ ഓരോ ഫോട്ടോസ് നമുക്ക് ഇടാനായാലും എല്ലാം ഉണ്ടല്ലോ. രാവിലെ ദേ ചായയൊക്കെ ഇട്ട് ഇങ്ങനെ കുടിക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ വാതൊക്കെ വന്നിരിക്കുക. അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ കാണും. ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ നൈസായിട്ട് അങ്ങ് വിട്ടേക്കുക അത്. അപ്പോൾ അതാണ് പരിപാടി. ഇപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ കാണാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി സോയാബീനുമാണ്. സോയാബീനും ചപ്പാത്തി ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയതാണ്, നമുക്ക് രാത്രിയിലത്തേക്ക് വേണ്ടി. അപ്പോൾ ബാക്കി വന്ന മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, സോയാബീൻ ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പിന്നെ നമുക്കിന്ന് ചിക്കനുണ്ട്, കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, അത് കറി വെക്കണം. അതിനു വേണ്ടി ഞാൻ സവാള എല്ലാം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നത് മീനുട്ടിക്കുള്ള ബനാനയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് മീനുട്ടിയുടെ. അയ്യോ ചൂട്, അയ്യോ. ഓ എന്താ പൊന്നാ, ഇതിങ്ങനെ വലിച്ചോണ്ട് നടക്കാതെ സൗണ്ട് കേൾക്കും. മീനുട്ടിക്കുള്ള ബനാനയും വെച്ചിട്ടുണ്ട്. ഷട്ടമ്മ ഇങ്ങനെ കറങ്ങി. എഞ്ചിന് അമ്മ പാപ്പം ഉണ്ടാക്കണ്ടേ? ബനാന ഉണ്ടാക്കട്ടെ, ആയിട്ട് തരാം കേട്ടോ. ഹലോ ഗൈസ് പറഞ്ഞേ, ഹലോ ഗൈസ് പറഞ്ഞേ. ഓച്ചറയിലോ പോടി കളി. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്? അപ്പോൾ അച്ഛൻ രാവിലെ പോകാൻ പോവാണ്. അതിന് മുമ്പുള്ള കറക്കത്തിനായിട്ട് മോള് വെയിറ്റിങ്ങില. ടാറ്റാ. ഹലോ ഗൈസ്, ടാറ്റാ. ഓക്കെ, പോയിട്ട് വാ. പറച്ചിലും പോക്കും കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങാണ്ട് ദൂരെ വരെ പോകുന്ന പോലുള്ള പോക്കൊക്കെയാണ്. അതെ, ഇവിടെ ഇത്രയൊന്നും റൗണ്ട് കിട്ടത്തതേ ഉള്ളു. അയ്യോ പാവം. കഴിഞ്ഞോ ടൂറ്? കഴിഞ്ഞോ? വരൂ, ഇറങ്ങൂ. ബൈ. ഓക്കേ, അച്ഛ പോന്നുണ്ടോ? കണ്ടോ?
അച്ഛതോ പോയി. വാ ഞാത്ത് കയറാം. ഞാൻ അമ്മയും മോളും കൂടിയുള്ള യുദ്ധമാണിനി നടക്കാൻ പോകുന്നത്. ഇല്ലേ മീനുട്ടി? പാപ്പം കഴിക്കാൻ പോവാന്ന് പറ. പാപ്പം കഴിക്കാൻ പോവാന്ന് പറ. ആ ഓക്കെ ഗൈസ്. എന്ത് വേണോ? ശരി ഗൈസ്, നിങ്ങൾ പാപ്പ കഴിക്കാൻ പോവാനേ. ബൈ. എവിടെ പോവാ? ഫോട്ടോ എടുക്കാൻ പോവാന്ന് പറ. ഹാപ്പി ബർത്ത്ഡേയുടെ ഫോട്ടോ എടുക്കാൻ പോവാന്ന് പറ. പോവാനോ? ഫോട്ടോ എടുക്കാൻ പോവാന്ന്. ഡ്രസ്സൊക്കെ കാണിച്ചേ. ഡ്രസ്സ് കാണിച്ചേ. കൊള്ളാവോന്ന് ചോദിച്ചേ. ആ കൊള്ളാവോ? മണ്ണോ? ആ സാരമില്ല. കേറ് ചെല്ല്. അപ്പുറത്തൂടെ ഇതിലോ. ഇപ്പൊ നമ്മള് പോവാൻ വേണ്ടി അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. അല്ലേ മീനൂട്ടി? പോയിട്ട് വരാം ഗൈസ്. എന്തുവാ? എന്തോ വേണോന്ന്? അവിടെ വേണ്ട. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. യെസ്, ടാറ്റാ. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നേക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയഴീക്കൽ പോകത്തില്ലേ, അങ്ങോട്ട് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു പാലം ഉണ്ടല്ലോ, ആ പാലത്തിൻ്റെ താഴെയുള്ള ഭാഗത്താണ് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കാം എന്നുള്ളത് കരുതിയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല രസമുണ്ട്. നമ്മുടെ ആ ഒരു കായലിൻ്റെ ആ ഒരു പോർഷനാണ്. മുകളിൽ പാലം, പാലത്തിൻ്റെ അടിയിലായിട്ടാണ്. അവിടെ ഈ വേരൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ല രസമുണ്ട്. മരത്തിൻ്റെ വേരൊക്കെ ഇറങ്ങിയിട്ട് നല്ല കാമായിട്ടുള്ളൊരു സ്ഥലം. പക്ഷെ അവിടെ ഒത്തിരി പ്ലാസ്റ്റിക് കാര്യങ്ങൾ, കുപ്പികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഏരിയ ആണ്. നല്ല രസമുണ്ട്. നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് അങ്ങനെയൊന്നുമില്ല. നല്ല കാമായിട്ടുള്ളൊരിത്. അതുപോലെ തന്നെ അവിടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു ഏരിയ, എന്താ പറയുന്നത്, ഓഫീസും കാര്യങ്ങളോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുത്രി ഇങ്ങനെ ഓടിച്ചാടി നടക്കുവാണ്. ഫോട്ടോ എടുക്കാമെന്ന് നിൽക്കുന്നില്ല. ആകെ ബഹളവും കാര്യമൊക്കെയാണ് മീനൂട്ടി. എന്നിട്ട് വിനുവേട്ടനെ ഇങ്ങനെ പാവം കുറേ ഓടി ചാടിയൊക്കെ നിൽക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ ഒന്നും നിൽക്കത്തില്ല. അവൾ ഒരു രീതിയിൽ കോർപ്പറേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ച് ഭയങ്കര പാടായിരുന്നു ഫോട്ടോ എടുക്കാണ്ട്. ആ ചേട്ടൻ ആ അത്രയും ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് തന്നതിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഇതിനകത്തുനിന്ന് ഫോട്ടോസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള സംശയം വരെ ആയിപ്പോയി നമുക്കെന്ന് വെച്ചാൽ അത്ര അവൾ ബഹളവും കാര്യമൊക്കെ ആയിരുന്നു. വിളിച്ചാൽ ഇങ്ങോട്ട് നോക്കത്തില്ല, എടുക്കത്തില്ല, ആകെ ബഹളം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. നമ്മൾ ഇങ്ങോട്ട് നിൽക്കുകയെന്ന് പറയുമ്പോൾ അവൾ അങ്ങോട്ട് ഓടും. ആ പ്രായവും അതാണ്. പിന്നെ കരച്ചിലും ബഹളമൊന്നും ഇല്ലാണ്ട് ആൾ നിന്നു. അത് തന്നെ വലിയ കാര്യം. അവിടുത്തെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് വന്ന്. ബീച്ചിൽ വന്ന് ഇത് കുറേ കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇടയ്ക്കൊന്നും എടുത്തില്ല, കാരണം ഒരു രക്ഷയില്ല. നമുക്ക് ഫോണൊന്നും എടുക്കാൻ പോലുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. അവളുടെ പുറകിനുള്ള ഓട്ടവും കാര്യങ്ങളും. വെള്ളത്തിലോട്ട് ആളങ്ങനെ ഇറങ്ങിയില്ല, എങ്കിലും അവിടോട്ടും ഇവിടോട്ടും എല്ലാ ഓട്ടവും കാര്യവും നമ്മൾ പറയുന്നതൊന്നും കേൾക്കത്തില്ല. ആകെ ബഹളം. മിനുവേട്ടൻ എന്തേ പുറകിന് ഓടി 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 ഒരു പരുവമായി. എന്താ പറയുന്നത്, ബലൂണ്, നമ്മൾ 2 എന്നുള്ള ബലൂണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ആളങ്ങ് പറത്തിക്കളയോ, അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടിയിലായിരുന്നു മീനൂട്ടി. എന്തായാലും എന്തൊക്കെയോ ഫോട്ടോസ് കിട്ടി. ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാവേ, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്ത് വെക്കാം, ഒരു റീലായിട്ട്. കാരണം ആ ഫോട്ടോസെല്ലാം നല്ല അടിപൊളി ഫോട്ടോസാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഞാൻ കരുതിയില്ല ഇത്രയെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. അത്രയും എന്നാലും ആ ചേട്ടൻ നല്ലപോലെ കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കുറച്ച് പട്ടിഷോകളാണ്. കാരണം അവിടെ നിന്ന് ബോറടിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങോട്ടൊക്കെ മാറി നിന്ന് ഫോട്ടോ എടുപ്പൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് അത് എടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ചുമ്മാ ഒന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെന്തായാലും ലാസ്റ്റ് നമുക്ക് മീനൂട്ടി 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ അടവാണ് മണ്ണിൽ കളിപ്പിക്കുക എന്നുള്ളത്. ആദ്യമൊക്കെ ആളിന് മണ്ണിൽ തൊടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തോ ഭയങ്കര ചീച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആളങ്ങ് പരിപാടി തുടങ്ങിയതേക്കായി മണ്ണ് പറ്റിയൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് 2-3 ഫോട്ടോസൊക്കെ നമ്മൾ 3 ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അങ്ങനെ എന്തായാലും കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒപ്പിച്ചെടുത്തു.
നമ്മളങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് പാക്കപ്പൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു. കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വന്ന് മീനുട്ടിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കൈയും കാലും ഒക്കെ ഒന്ന് കഴുകിയിട്ട് വീണ്ടും നമ്മൾ നേരെ അവിടെ പോയി. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കായംകുളത്ത് റിലയൻസ് സ്മാർട്ട് ഉണ്ടല്ലോ, അവിടെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം ഉള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെ വാങ്ങിക്കാൻ പോയി. എന്നിട്ടും സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സാധനം കൂടി എടുക്കാനുണ്ടായിരുന്നു. മറന്നുപോയി ചില ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട്. എന്തായാലും കുറച്ചൊക്കെ വാങ്ങി അതെല്ലാം ബില്ല് ചെയ്തിട്ട് പിന്നെ നമുക്ക് കേക്കിന് ഓർഡർ കൊടുക്കാനും ഒക്കെ ആയിട്ട് പോകണമായിരുന്നു. മീനുട്ടി ഭയങ്കര ബഹളമായിരുന്നു. പാവത്തിന് വിശന്നു പോയി, കുറേ ഓടിയാകില്ലേ, ടയേർഡായിപ്പോയി. പിന്നെ അങ്ങനെ ലേസൊക്കെ വാങ്ങിക്കൊടുത്ത് അതൊക്കെ കുറച്ച് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് വലിയ കുഴപ്പമില്ലാണ്ടിരുന്ന്. പിന്നെ പാവം മിനുവേട്ടനാണ് എല്ലാം ലോഡിങ്ങും അൺലോഡിങ്ങും കാര്യങ്ങളും എല്ലാം മിനുവേട്ടൻ്റെ സെക്ഷനാണ്. അങ്ങനെ ആ പരിപാടികളെല്ലാം മിനുവേട്ടൻ ചെയ്തുകൊണ്ട് ചെയ്യുമായിരുന്നേ. പാവം. അധ്വാനിക്കുന്ന മനുഷ്യൻ എന്തുവാ കണ്ടിരുന്ന് ലൈഫ് ചെയ്യുന്നു. അങ്ങനെ സാധനമെല്ലാം വാങ്ങി എല്ലാം കയറ്റി നമ്മൾ നേരെ വിട്ടത് അടുത്തത് ബ്രൂഫിയയിലേക്കാണ്. ബ്രൂഫിയയിൽ പോയി നമുക്ക് കേക്കിന് ഓർഡർ കൊടുക്കണമായിരുന്നു. പിന്നെ ചോക്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നേരെ അവിടെ പോയി അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ അവിടെ ചെന്ന് കേക്ക് നമ്മൾ ഒരു മോഡൽ കാണിച്ചു. അതായത് മിനുട്ടിക്ക് ഇടുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു സെയിം തീമിൽ ഒരു കേക്കായിരുന്നു അപ്പോൾ പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കാണിച്ചു, അതിനെല്ലാം ഓർഡർ കൊടുത്തു. അതെല്ലാം ഓക്കെ ആക്കി നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് ബേക്കറിന്ന് മെഡിക്കൽ സ്റ്റോറിലേക്കാണ്. അപ്പൂപ്പനെ കാണാൻ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പിന്നെ അവിടുന്ന് നമ്മൾ അധികം നേരം നിന്നില്ല, പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി. അപ്പൂപ്പനെ ഒത്തിരി ദിവസമായി മീനുട്ടി കണ്ടിട്ട്. അങ്ങനെ പെട്ടെന്ന് അവിടെ കൊണ്ടുവന്ന് കാണിച്ച് കെട്ടിപ്പിടിച്ചു മോട്. ബാപ്പത്തൂടോ കുട്ടമാമനോട് ടാറ്റ പറ. കുട്ടമാമന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് വാ. അങ്ങോട്ട് വരാൻ പറ, ഹാപ്പി ബർത്ത്ഡേക്ക് വരാൻ പറ, വൈകിട്ടായിരിക്കും. അങ്ങനെ അപ്പൂപ്പന് ടാറ്റായും ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ വീട്ടിലോട്ടാണ് വിട്ടത്. ഇവിടെ പുല്ലോളങ്ങര അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഇറങ്ങിയില്ല, നേരെ ഇങ്ങ് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ മീനുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. അതുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സീ യു.